പിടിച്ച് നടക്കുന്ന ഏത് വേലക്കാരൻ്റെ മക്കളായാലും നിന്നെ അടിക്കാൻ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ട്. അതുകൊണ്ട് തലമുറകൾ, ദൈവദാസന്മാരുടെ തലമുറകൾ, ഞാനടക്കം പ്രതികളാണ്, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളടക്കം പ്രതികളാണ്, ദൈവദാസന്മാർ, ഞങ്ങൾ പ്രത്യേകിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാകുന്നു. ഞങ്ങൾ ഉയർത്തിയ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കാതെ ലോകത്തിൻ്റെ മോഹങ്ങൾക്കകത്ത് നമ്മുടെ തലമുറകൾ പോകരുത്. ദൈവദാസന്മാർ ഇരുട്ടിൽ നിന്ന് കരയേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഏലിയുടെ മക്കൾ രണ്ടുപേരും പോയി, ഹോബനി ഫിനെഹാസ്. ബൈബിളിനകത്ത് ആ ഒരു ഭാഗം എങ്ങനെയുണ്ട്? വീരന്മാർ പട്ടുപോയത് എങ്ങനെ? ദൈവാലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്ത പുരോഹിതന്റെ മക്കൾ ദൈവത്തിന്റെ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട് ലോകത്തിന്റെ മോഹം കയറിയപ്പോൾ സഭയിലിരുന്ന പൊന്മള്ളി പാത്രവും പണവും എടുത്ത് ലോകത്തിന് വിധമല്ലാത്തതെല്ലാം അവന്റെ അകത്ത് കയറിയപ്പോൾ അവന്മാരെല്ലാം വഴിയരികെ വെച്ചു പട്ടുപോയി, മനസ്സിലാകുന്നവർക്ക്. എന്നാൽ ആലയത്തിനകത്ത് രാവും പകലും മുട്ടുമടക്കി ആരാധിച്ചവനെ ഇസ്രയേലിന്റെ പ്രവാചകനാക്കുവാൻ ശമൂവേലിന്റെ പിൻപിൽ ഒരു കരമിറങ്ങി വന്നെങ്കിൽ ആ കരം തളർന്ന കരമല്ല എന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല എന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി പടപട ആര് വന്നു? അവന്റെ നിറം നോക്കരുത്, മണം നോക്കരുത്, ഗുണം നോക്കരുത്. കാട്ടിനകത്ത് കരമടിച്ചവനെ ഇസ്രയേലിന്റെ രണ്ടാമത് രാജാവാക്കി. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ കാട്ടിനകത്ത് കിടന്നാൽ, വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നാൽ, വാഗ്ദത്തമുള്ളവൻ സിംഹക്കുടിക്കകത്ത് കിടന്നാൽ, വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാലും അവന്റെ വാഗ്ദത്തം നിവർത്തിച്ച് കാണുന്നത് വരെ അവന്റെ കണ്ണുകൾ അടയാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇവിടുത്തെ ആധാറിനകത്ത് പേരില്ല, അവന്റെ ഇവിടുത്തെ സ്കൂളിനകത്ത് ലിസ്റ്റിനകത്തില്ല. പക്ഷെ ഒന്നുണ്ടായിരുന്നു, അവൻ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. നാട്ടുകാർ പറയും, ചെറുപ്പക്കാരൻ നീ പുറത്തു വരത്തില്ല. അമ്മച്ചി പിശാചി മന്ത്രവാദി പറയും, നിന്റെ തലമുറകൾ പുറത്തു വരത്തില്ല. ഇന്ന് രാത്രി പട്ടണങ്ങളെ പിടിച്ചടക്കുവാൻ, രാജ്യങ്ങളെ നേടുവാൻ ഇന്ന് രാത്രി ആത്മാവിൽ ആര് ദൂതേറ്റെടുക്കുക? എല്ലാ കാലത്തും പേച്ചുപാറ കടക്കാനല്ല ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. കരമുയർത്തുന്നവർക്കായി അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ഇന്ന് രാത്രി ഒരു തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് നടക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 7 എണ്ണത്തിന് വേണ്ട അഭിഷേകമുള്ള ഒരുവൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുക്കുന്നവർക്കായി സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോമെന്റ്. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരെ, അധിക ദിവസം നിന്റെ തലമുറ കാട്ടിനകത്ത് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ലോകം പറയും നിന്റെ തലമുറ പുറത്തു വരത്തില്ല, പിശാച് പറയും നിന്റെ തലമുറ പുറത്തു വരത്തില്ല, മന്ത്രവാദി പറയും നിന്റെ തലമുറ പുറത്തു വരത്തില്ല. എന്നാൽ ഇന്ന് രാത്രി കരം ഉയർത്തിപ്പെടണം. ആരൊക്കെ എനിക്കെതിരെ മതിൽ കെട്ടിയാലും, ആരാധിക്കുന്ന എന്റെ തലമുറകൾക്കെതിരെ മതിൽ കെട്ടിയാലും അവൻ പുറത്തു വരത്തില്ലെന്ന് രേഖ എഴുതിയാലും, ഇത് കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാമത് ഇറവ് ഇന്ന് രാത്രി പറ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കാം, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുക. പഠിക്കുന്ന കുഞ്ഞ് ചെറുപ്പക്കാരെ ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല, നാട്ടുകാർ തള്ളിക്കളയും, ചേട്ടന്മാർ തള്ളിക്കളയും. എന്നാൽ ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ ഏത് കാട്ടിനകത്ത് കിടന്നാലും അവനെ ഇസ്രയേലിന്റെ രാജാവാക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. 2025 മാർച്ച് മാസത്തെ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ കടുങ്കട്ട് വീണ വിജയത്തിനകത്ത് മറുപടി തരുവാ. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrounded the first day convention. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പുറത്തു വരാത്തത് ചിലതിനെ പുറത്തു കൊണ്ടുവരുക. ഈ വചനം പ്രസംഗിക്കുമ്പോൾ ദാവീദിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം ഈ രാത്രി ചില തലമുറകളിലേക്ക് പകരുന്ന രാത്രിയാകട്ടെ. പട്ടണങ്ങൾ പിടിച്ചടക്കാൻ ലോകരാജ്യങ്ങൾ പിടിച്ചടക്കുക. യേശുവിന്റെ സുവിശേഷം പറയുക. അഭിഷേകത്തോടെ സ്റ്റേജിനകത്ത് ദാവീദെ പോലെ നൃത്തം ചെയ്യുക. ചില കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി, ചില വാലിബരെ ഈ കൺവെൻഷനകത്ത് സ്വർഗ്ഗം ടച്ച് ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ചെറുപ്പക്കാരിന്ന് രാത്രി കരമുയർത്ത്. നീ രഹസ്യമായി കരമടിച്ച് ആരാധിക്കുന്നുവെങ്കിൽ അധിക ദിവസം പാളികൾ കടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ അന്യഭാഷയോടെ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പിൻപിൽ കസേരകൾ ഒരുക്കിക്കൊണ്ട് അന്തപുരങ്ങൾക്കകത്ത് നിന്റെ തലമുറകളെ കൊണ്ടുവരുവാ. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇറങ്ങട്ടെ. ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഉള്ളം കാത്തേ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, യഹോവ എന്നെ ചേർത്തുകൊള്ളു. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാമത് ഇറവ് ഈ ഗ്രൗണ്ടിനകത്ത് പറയണം, അമ്മേ യഹോവ എൻ്റെ ഇടയനാകുന്നു. അപ്പച്ചാക്കരം ഉയർത്തിയാട്ടെ, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഓ പാറശാലയിലും നിർമ്മൽ കൃഷ്ണ പൊട്ടട്ടെ, എനിക്കൊരു ഭാരവും വരത്തില്ല. പച്ചയായ പുൽപ്പുറം ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ രക്തമഴ പെയ്യട്ടെ, കഴിഞ്ഞ ദിവസം ദൈവാനിൽ പെയ്തതുപോലെ. എന്നാലും എൻ്റെ കിണറ്റിനകത്ത് ഒരു തുള്ളി വെള്ളം തരുന്നവനാ, സ്വസ്ഥതയുള്ള വെള്ളം തരുന്നവനാ എൻ്റെ ദൈവം.
ഇവിടെ സൂര്യൻ ഈ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങട്ടെ, പത്രവാർത്ത അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഇറങ്ങട്ടെ, രാജ്യങ്ങളോട് എതിർക്കട്ടെ, എനിക്കൊരു ഭാരവുമില്ല. കൂരിരിൽ താഴ്വരെ കൂടെ ഞാൻ കടന്നു പോയാലും അവൻ്റെ കരം എന്നെ പിടിച്ചു നടത്തി. കൺവെൻഷൻ കൂട്ടങ്ങളിനകത്ത് ഒരുപക്ഷെ കടഭാരം കാണും, ഒരുപക്ഷെ സാമ്പത്തിക ബാധ്യതകൾ കാണും, ഒരുപക്ഷെ ബാങ്കുകാർ ഫോൺ ചെയ്യും, കൊള്ള പലിശക്കാരൻ നിന്നെ ഭീഷണിപ്പെടുത്തും. എന്നാൽ ഇന്ന് രാത്രി പറയണം, വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും.